നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലും ഒരു പ്രത്യേക കഴിവ്, ഒരു രഹസ്യ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടേതെന്താണെന്ന് കണ്ടെത്താൻ റെഡിയാണോ? ഒരു ചെറിയ രസകരമായ ടെസ്റ്റിലൂടെ നമുക്കതൊന്ന് കണ്ടുപിടിച്ചാലോ? എന്നാൽ പിന്നെ തുടങ്ങാം. എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ, എനിക്കൊരു സൂപ്പർ പവർ ഉണ്ടായിരുന്നെങ്കിലെന്ന്? ഒരുപക്ഷെ ആ ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകാം, നമ്മളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് നോക്കാം ഈ ടെസ്റ്റ് അത് കണ്ടെത്താൻ സഹായിക്കുമോ എന്ന്. നിയമങ്ങൾ വളരെ ലളിതമാണ് കേട്ടോ. ആകെ 12 ചോദ്യങ്ങളാണ് ഉള്ളത്. ഓരോ ഉത്തരത്തിനും കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഒരു പേപ്പറും പേനയും എടുത്ത് നിങ്ങളുടെ പോയിന്റ്സ് കൃത്യമായി എഴുതി വയ്ക്കുക. അവസാനം ഇതെല്ലാം കൂട്ടി നോക്കിയിട്ട് നിങ്ങളുടെ ആ രഹസ്യശക്തി എന്താണെന്ന് നമ്മൾ കണ്ടെത്തും. റെഡിയല്ലേ? ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതാ വരുന്നു ആദ്യത്തെ 6 ചോദ്യങ്ങൾ. ഓക്കെ, ആദ്യത്തെ ചോദ്യം. സ്ക്രീനിൽ കാണുന്ന ഈ കളർ കോമ്പിനേഷനുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? ഇനി രണ്ടാമത്തെ ചോദ്യം. ഇതിൽ ഒരെണ്ണം തെരഞ്ഞെടുക്കാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ എന്ത് തെരഞ്ഞെടുക്കും? ശരീരം, മനസ്സ്, അതോ ആത്മാവോ? നിങ്ങളുടെ ഉത്തരം തെരഞ്ഞെടുത്ത് പോയിന്റ്സ് എഴുതി വയ്ക്കാൻ മറക്കല്ലേ. സമയം വേണമെങ്കിൽ ഇവിടെയൊന്ന് പോസ് ചെയ്തോളൂ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈ കാണുന്ന മൂലകങ്ങളിൽ ഏതാണ് നിങ്ങളുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്നതായി തോന്നുന്നത്? നാലാമത്തെ ചോദ്യം. ഈ മൃഗങ്ങളിൽ ഏതുമായാണ് നിങ്ങൾക്ക് കൂടുതൽ ഒരു സാമ്യം തോന്നുന്നത്? കുറുക്കൻ, ചെന്നായ, പൂച്ച, ഏതാണ്? നിങ്ങളുടെ ഉത്തരവും അതിന്റെ പോയിന്റും എഴുതി വെച്ചോളൂ. അപ്പോ അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ഒരു പ്രധാനപ്പെട്ട പരിപാടിക്ക് മുൻപ് സാധാരണയായി നിങ്ങൾക്ക് എന്താണ് തോന്നാറ്? ഉത്കണ്ഠയാണോ ആത്മവിശ്വാസമാണോ? ഇനി ആറാമത്തെ ചോദ്യം. ഈ കാണുന്ന കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം? പഠിക്കാനിരിക്കാനാണോ, നടക്കാൻ പോകാനാണോ, അതോ ഷോപ്പിങ്ങിന് പോകാനാണോ? ആലോചിച്ച് നിങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് പോയിന്റ് കുറിച്ചുവെക്കൂ. കൊള്ളാം, നമ്മളിപ്പോൾ പകുതി വഴി പിന്നിട്ടിരിക്കുന്നു. ഇനി വെറും 6 ചോദ്യങ്ങൾ കൂടി മാത്രം. നമുക്ക് മുന്നോട്ടു പോകാം, അല്ലേ? ഏഴാമത്തെ ചോദ്യം. ഈ വാക്കുകളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? നിങ്ങൾ പക്വതയുള്ള ആളാണോ, അതോ നല്ല ബുദ്ധിയുള്ള ആളാണോ? ഇനി എട്ടാമത്തെ ചോദ്യം. ഒരു അടിപൊളി വീക്കെൻഡ് ആഘോഷിക്കാൻ ഇതിൽ ഏത് സ്ഥലമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക? ഓർമ്മയുണ്ടല്ലോ, ഉത്തരം തിരഞ്ഞെടുത്ത് പോയിന്റ്സ് എഴുതാൻ മറക്കരുത്. ഒൻപതാമത്തെ ചോദ്യം. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്? ഇനി 10ാമത്തെ ചോദ്യം കുറച്ച് സീരിയസ് ആണ്. ഈ ലോകത്തിലെ വലിയ പ്രശ്നങ്ങളിൽ ഏതാണ് നിങ്ങൾ ആദ്യം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നത്? ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിക്കുമോ, അതോ ദാരിദ്ര്യമില്ലാതാക്കുമോ? നന്നായി ആലോചിച്ച് ഉത്തരം തീരുമാനിക്കൂ. നമ്മൾ അവസാന ഘട്ടത്തിലേക്കെത്തി. ഇതാ അവസാനത്തെ 2 ചോദ്യങ്ങൾ. 11ാമത്തെ ചോദ്യം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാലമേതാണ്? വേനൽക്കാലമാണോ, അതോ മഞ്ഞുകാലമാണോ? ഇനി അവസാനത്തെ ചോദ്യം, 12ാമത്തേത്. നിങ്ങളുടെ വ്യക്തിത്വത്തെ വിവരിക്കാൻ ഈ വാക്കുകളിൽ ഏതാണ് ഏറ്റവും ചേർന്നത്? നിങ്ങളുടെ അവസാനത്തെ പോയിന്റ്സ് കൂടി ശ്രദ്ധിച്ചെഴുതി വെക്കണേ. അപ്പോ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി. ഇനി ആ സത്യമറിയാനുള്ള സമയമായി. നിങ്ങളുടെ പോയിന്റ്സ് എല്ലാം കൂടി ഒന്ന് കൂട്ടിനോക്കാനുള്ള സമയമാണിത്. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പോയിന്റ്സും ശ്രദ്ധിച്ചു കൂട്ടിനോക്കൂ. ഒരു തെറ്റും വരുത്തരുത് കേട്ടോ. സമയം വേണമെങ്കിൽ ഇവിടെയൊന്ന് പോസ് ചെയ്ത് സാവധാനം കണക്കുകൂട്ടിയാൽ മതി. ടോട്ടൽ സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടു പോകാം. എല്ലാവരും റെഡിയാണോ? നിങ്ങളുടെ ഫൈനൽ സ്കോർ കയ്യിലുണ്ടല്ലോ, അല്ലേ? എന്നാ പിന്നെ നോക്കാം, എന്താണ് നിങ്ങളുടെ ഉള്ളിലൊളിഞ്ഞിരിക്കുന്ന ആ ശക്തിയെന്ന്. ഫലങ്ങൾ ഇതാ വരുന്നു. നിങ്ങളുടെ സ്കോർ 120നും 190നും ഇടയിലാണെങ്കിൽ നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ഇന്ദ്രിയങ്ങളാണ്. അതായത് മറ്റുള്ളവർ സാധാരണ ശ്രദ്ധിക്കാത്ത ചെറിയ വിശദാംശങ്ങൾ പോലും നിങ്ങളുടെ കണ്ണിൽപ്പെടും. ഒരു ഡിറ്റക്റ്റീവിനെ പോലെ കാര്യങ്ങൾ നിരീക്ഷിക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ചെറിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ച് വലിയ ചിത്രം കാണാതെ പോകരുത് കേട്ടോ. ഇനി 200നും 290നും ഇടയിലാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ നിങ്ങളുടെ ശക്തി ബുദ്ധിയാണ്. നിങ്ങളുടെ ചിന്താരീതി തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പരിഹരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന പ്രശ്നങ്ങൾക്ക് പോലും പുതിയ വഴികൾ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാനും നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. സ്വന്തം കഴിവിൽ എപ്പോഴും വിശ്വസിക്കുക. നിങ്ങളുടെ സ്കോർ 300നും 390നും ഇടയിലാണോ? എങ്കിൽ നിങ്ങളുടെ ശക്തി വേഗതയാണ്. നിങ്ങൾ വളരെ ഓർഗനൈസ്ഡായി കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. എപ്പോഴും സമയത്തിന് മുൻപേ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലായിരിക്കും. പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് വേഗത കുറച്ച് റിലാക്സ് ചെയ്യുന്നതും നല്ലതാണ്. 400നും 490നും ഇടയിലാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ നിങ്ങൾക്ക് അതീന്ദ്രിയ ജ്ഞാനം അഥവാ സൈക്കിക് എബിലിറ്റിയുണ്ട്. അതായത്
കാര്യങ്ങൾ എങ്ങനെയായി തീരുമെന്നോ മറ്റൊരാളുടെ മനസ്സിലെന്താണെന്നോ നിങ്ങൾക്ക് ഒരുപക്ഷെ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞേക്കാം. ഇതൊരു സവിശേഷമായ കഴിവാണ്. എന്നാലും ഭാവിയെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ഈ നിമിഷം ആസ്വദിക്കാൻ മറന്നുപോകരുത്. ഇനി നിങ്ങളുടെ സ്കോർ 500-നും 600-നും ഇടയിലാണെങ്കിൽ ആളുകളുടെ മനസ്സു വായിക്കാനുള്ള കഴിവാണ് നിങ്ങളുടെ ശക്തി. ഒരാൾ സത്യമാണോ കള്ളമാണോ പറയുന്നതെന്നോ അവരുടെ യഥാർത്ഥ വികാരങ്ങൾ എന്താണെന്നോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നിങ്ങളെ ഒരു നല്ല സുഹൃത്താക്കും. പക്ഷേ നിങ്ങളുടെ സ്വന്തം വികാരങ്ങൾ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോ നിങ്ങൾക്ക് കിട്ടിയ പവർ എന്താണ്? ഈ ഫലം നിങ്ങളുമായി എത്രത്തോളം യോജിക്കുന്നുണ്ടെന്ന് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുമല്ലോ. പോകുന്നതിനു മുൻപ് ഒരു അവസാനത്തെ ചോദ്യം. ഇതുപോലുള്ള ചെറിയ ടെസ്റ്റുകൾ നമ്മൾ ആരാണെന്ന് നമുക്ക് പറഞ്ഞു തരികയാണോ, അതോ നമുക്ക് നമ്മളെക്കുറിച്ച് നേരത്തെ അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ചു തരികയാണോ ചെയ്യുന്നത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈയൊരു രസകരമായ യാത്രയിൽ എന്റെ കൂടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ ഉള്ളിലെ ശക്തി തിരിച്ചറിഞ്ഞ് അത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.